അമ്മ എഴുതിയ പുസ്തകം വായിക്കുമ്പോൾ അതിലെ 55-ാമത്തെ അധ്യായത്തിൽ ഒരു ലളിതമായ വാക്യമുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: കണ്ടിന്യൂറ്റി, നോട്ട് പെർഫെക്ഷൻ. ഇത് വളരെ ലളിതമായ ഒരു വാക്യമാണ്. പക്ഷെ ഇത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ ആശയക്കുഴപ്പമുണ്ടായി. കാരണം ഇത് ഞാൻ എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് എതിരായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ കാര്യത്തിലും, ഹോബീസിലും പഠനത്തിലും പെർഫെക്ഷനു വേണ്ടി പരിശ്രമിക്കുന്നു. ഞാൻ നന്നായിരിക്കണം, ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം, ഞാൻ എനിക്ക് വേണ്ടി അപ്രായോഗികമായ സ്റ്റാൻഡേർഡ്സുകൾ വെക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥയിൽ എത്ര പേർ തീർച്ചയായും ഇംപെർഫെക്റ്റ് ആണ്? ഞാൻ അതിൽ ഒരാളാണ്. അങ്ങനെയെങ്കിൽ എന്താണ് പെർഫെക്ഷൻ? പെർഫെക്ഷൻ എന്ന് വിളിക്കുന്നൊന്ന് നമുക്കറിയാമോ? അതോ അത് വെറും ഒരു സങ്കല്പവും ഭാവനയും മാത്രമാണോ? പിന്നെ ഇംപെർഫെക്ഷൻ ഉണ്ട്. അത് നമ്മുടെ ശ്വാസമാണ്, നമ്മുടെ ദൈനംദിന ജീവിതമാണ്, നമ്മുടെ ചലനങ്ങളാണ്, നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ വികാരങ്ങളാണ്, നമ്മുടെ പ്രവൃത്തികളാണ്. എന്താണ് ഇംപെർഫെക്ഷൻ എന്ന് നമുക്കറിയാം, അല്ലേ? എന്താണ് ഇംപെർഫെക്ഷൻ? കണ്ണാടിയിലെ മുഖം. അപ്പോൾ ഞാൻ ഈ ഭാവനാപരമായ പെർഫെക്ഷൻ എന്നതിനെ പിന്തുടരണോ, അതോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നോക്കണോ? നിങ്ങൾക്ക് സത്യസന്ധമായി അതിനെ നോക്കാൻ കഴിയുമെങ്കിൽ ആദ്യം ഉയരുന്ന ഊർജ്ജം പരിവർത്തനത്തിൻ്റെതാണ്. നിങ്ങൾ പറയും, ഇത് മാറണം, ഇത് മെച്ചപ്പെടണം, അങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അങ്ങനെയാണ് തുടർച്ചയായ മുന്നോട്ടുപോക്ക് സംഭവിക്കേണ്ടത്. അതുകൊണ്ടാണ് പുസ്തകത്തിലെ അധ്യായത്തിന് കണ്ടിന്യൂറ്റി, നോട്ട് പെർഫെക്ഷൻ എന്ന് പേരിട്ടത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ തുടർച്ചയായി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക.